ഇന്ത്യയുടെ ന്യൂനപക്ഷം പേടിച്ചിരുന്ന നിയമം നിലവിൽ വന്നു. പൗരത്വ ഭേദഗതി. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ മുസ്ലിം സമൂഹം കരുതുക അവരെ ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ BJP സർക്കാർ മനഃപൂർവ്വം കൊണ്ടുവന്നതാണെന്നുമാണ്. ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്തരത്തിലുള്ള വർഗീയത ഉണ്ടാക്കുന്നത് BJP അല്ല, പകരം മറ്റുള്ള പാർട്ടികൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി അല്ലെങ്കിൽ CAA എന്താണെന്ന് അറിയാത്തതിന്റെ കുഴപ്പം തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് CPM-ഉം കോൺഗ്രസും പറയുന്ന നുണക്കഥകൾ അതുപോലെ വിശ്വസിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊരു നിയമം വരാൻ BJP അനുകൂലികളെക്കാളും ആഗ്രഹിക്കുന്നത് CPM-ഉം കോൺഗ്രസും തന്നെയാണ്. അങ്ങനെ ഒരു നഗ്ന സത്യം കൂടി ഇതിന് കൂടെയുണ്ട്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, കേന്ദ്രം പാസാക്കിയ ഒരു നിയമം ആ രാജ്യത്തിന് മൊത്തം ബാധകമാകും. അല്ലാതെ കേരളത്തിൽ ഇത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുന്നിൽ നല്ലത് ചമഞ്ഞു നിന്നിട്ട് ഇത് കൊണ്ടുവരണം എന്ന് പുറകിൽ കൂടി ഗോഷ്ഠി കാണിക്കുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും നയം ശരിയല്ല. പൗരത്വ ഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നവരോട് എന്താണ് CAA അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് ചോദിച്ചു നോക്കിയാൽ പലർക്കും പറയാൻ ഒന്നും ഉണ്ടാകില്ല. കാരണം അതിനെക്കുറിച്ച് അറിയില്ല, അത് തന്നെ കാര്യം. കഥയറിയാതെ ആട്ടമാടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ പറയുന്നത്? ഏത് രാജ്യത്തെ എടുത്തു നോക്കിയാലും അവിടെ രണ്ടു തരം ആളുകളാണുള്ളത്. അതായത് അവിടെ ജനിച്ചു വളർന്ന ആ രാജ്യത്തെ പൗരന്മാരും മറ്റൊന്ന് അവിടുത്തെ ആളുകളല്ലാത്ത പൗരന്മാർ അല്ലെങ്കിൽ നോൺ സിറ്റിസൺഷിപ്സ് എന്നിവരാണുള്ളത്. ഇവരെ തന്നെ വേർതിരിച്ചാൽ ലീഗൽ ആൻഡ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയി വേർതിരിക്കാം. അതായത് കൃത്യമായ രേഖകളോട് കൂടിയ അല്ലെങ്കിൽ കൃത്യമായ അനുമതിയോട് കൂടി കടന്നു വന്നവരെ ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ രാജ്യത്ത് വന്നവരെ, അതായത് അനധികൃതമായിട്ട് കുടിയേറി പാർത്തവരെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നും പറയുന്നത്. ഇനി ഇതൊന്നുമല്ലാത്തൊരു വിഭാഗം കൂടിയുണ്ട്, അതായത് ഓവർസ്റ്റേ ചെയ്യുന്നവരെ എന്ന് പറഞ്ഞാൽ കൃത്യമായ അനുമതിയോട് കൂടി വന്നതാകും, പക്ഷേ അവർക്ക് നിൽക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്നവർ. അവരും ഇല്ലീഗൽ ഇമിഗ്രൻസിൽ പെടുന്നവർ തന്നെയാണ്. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ, അതായത് അനധികൃതമായി കുടിയേറിയവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള അധികാരം ആ രാജ്യത്തിന്റെ ഗവൺമെന്റിനുണ്ട്. ഇനി ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ആക്ടിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന 3 രാജ്യങ്ങളിൽ നിന്നും, അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്നവർക്ക്, അതും ഈ റെഫ്യൂജീസ് അഭയാർത്ഥികളായി വന്ന ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നും മതപരമായി ഹരാസ്മെന്റ് ഏൽക്കപ്പെട്ട മറ്റു മതക്കാർക്കാണ് ഇവിടെ പൗരത്വം ലഭിക്കുക. അതും 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും എന്നാൽ ലഭിക്കില്ല. അതായത് ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലെ മതന്യൂനപക്ഷ വിഭാഗക്കാർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഹിന്ദു, സിഖ്, ജൈന മതത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കും ഈ അമെൻഡ്മെന്റ് പ്രകാരം ഈ പൗരത്വം സ്വീകരിക്കാൻ കഴിയുക. ഇവിടെ മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുള്ള വാദം അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. കാരണം ഇവിടെ അഭയാർത്ഥികളായി വന്ന ന്യൂനപക്ഷ മതവിഭാഗക്കാരുടെ കൂട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടന്ന കുറച്ച് മുസ്ലിം വിഭാഗം കൂടിയുണ്ട്. അവരൊരിക്കലും അഭയാർത്ഥികളല്ല, അവരിവിടെ അനധികൃതമായി കുടിയേറിയവരാണ്. അവരെ ഇല്ലീഗൽ എമിഗ്രൻസിലാണ് പെടുത്തുന്നത്. അവർക്കൊരിക്കലും ഇവിടെ നിലനിൽക്കാനുള്ള അധികാരമില്ല. കാരണം എന്താണ്? കൃത്യമായ രേഖകളോട് കൂടി അല്ലെങ്കിൽ അനുമതികളോട് കൂടിയോ ഇവർ വന്നിട്ടില്ല, ഇവർക്കില്ല. മാത്രമല്ല, ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറുന്നവർ കൂടുതലും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ വന്നവരാണ്. അവരൊക്കെ ചെന്നെത്തിയിരിക്കുന്നത് ആസാം പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. ഇത്തരത്തിലുള്ള അനധികൃതമായി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്കും പ്രവേശിച്ച ഒരുപാട് മുസ്ലിം വിഭാഗക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇവരിവിടെ മുസ്ലിം പോപ്പുലേഷൻ കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, റാഡിക്കലൈസേഷൻ, അതായത് തീവ്ര മതം ഇവിടെ സ്പ്രെഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. മത തീവ്രവാദം ഉണർത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത്. ഇതിനെതിരെയാണ് സർക്കാർ തടയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ പൗരത്വമുള്ള മുസ്ലിം വംശജർക്കല്ല
എന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോ മുസ്ലിം പൗരനും വേണം. ഇത് ശരിക്കും പറഞ്ഞാൽ വളച്ചൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് വിഭജന സമയത്ത് ഇന്ത്യൻ പൗരത്വം നിഷേധിച്ച് ഇവിടെ നിന്നും പോയവരാണ് പിന്നീട് ഇവിടെ ജീവിക്കാൻ വന്നവർ. തീവ്ര ഇസ്ലാമിക രാജ്യത്ത് നിന്നും സലഫിസം വഹാബിസം തലയ്ക്ക് പിടിച്ചവരാണ് ഇവിടെ അഭയം തേടിയവരിൽ പലരും. ശരിയാണ്, ഷിയ വിഭാഗമാണെങ്കിലും അല്ലെങ്കിൽ അഹമ്മദിയ വിഭാഗമാണെങ്കിലും അല്ലെങ്കിൽ മ്യാൻമാറിൽ നിന്ന് വന്ന റോഹിംഗ്യ മുസ്ലിം വിഭാഗമാകട്ടെ, ഇവരൊക്കെ ഇന്ത്യയെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താ, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായതിനാൽ തന്നെയാണ്. പക്ഷെ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത അഭയാർത്ഥികളായ മുസ്ലിംസ് ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? കേരളത്തിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്യ സംസ്ഥാന തൊഴിലാളികളായി വന്നിട്ടുള്ള 14% തൊഴിലാളികളും 3% തൊഴിലാളികളും ഈ ബംഗ്ലാദേശ് മുസ്ലിം തൊഴിലാളികളാണ്. അവരിവിടെ അനധികൃതമായി കുടിയേറിയവരാണ്. ഈ എല്ലാവരും ബംഗാളികളാണെന്നുള്ള മലയാളികളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇവർക്കൊന്നും വ്യക്തമായ രേഖകളോ അല്ലെങ്കിൽ അനുമതികളോ ഒന്നുമില്ല. ഇവരിവിടെ കുടുംബമായിട്ട് വന്ന് താമസിച്ച് അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെയാണ് ഈ പറയുന്ന കേരള സർക്കാർ സംരക്ഷിക്കുന്നത്. ഇതൊന്നും ഒരു സംരക്ഷണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണിത്. മറ്റൊന്ന്, ഇന്ത്യയുടെ പ്രകടന പത്രികയിൽ BJPയുടെ അജണ്ട ആയിരുന്നു ഇല്ലീഗൽ എമിഗ്രൻസിനായിട്ടുള്ള ഇന്ത്യയിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക എന്നത്. അതായത് അനധികൃത കുടിയേറ്റത്തിന് തടയിടുക എന്ന ലക്ഷ്യം BJP നടപ്പാക്കി എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്.